ഹലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ സ്ഥിരമായിട്ട് സ്കൂളിലോട്ട് കൊടുത്തു വിടുന്ന റൈറ്റാണ് വൻപയർ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ തൃശ്ശൂരിൽ തന്നെ ഉണക്കപ്പയർ ഉപ്പേരി വെച്ചതെന്ന് പറയാ. ചിലവര് ഉണക്കപ്പയർ ഉലർത്തിയത്, വൻപയർ ഉലർത്തിയത് അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിനായിട്ട് ആവശ്യത്തിന് ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. വൻപയർ കഴുകി വെച്ചത് കുക്കറിലോട്ട് ഇടാം. ഇത് ചിലവർ തലേ ദിവസമാക്കിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടൊക്കെ വെക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അധികം ഒരു ഒറ്റ വിസിൽ മതി. ഇതിപ്പോൾ നമുക്ക് 3 വിസിൽ അടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് 3 വിസിൽ വരുന്ന വരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അതിപ്പോൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പോൾ അതിൻ്റെ അരപ്പ് അല്ലെങ്കിൽ അത് വറവിടാനായിട്ട് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം കേട്ടോ. അതിനിപ്പോൾ 3-4 ചുവന്നുള്ളിയും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തേക്കണേ. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്രഷ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷർ മൊത്തം വിട്ട് പോയതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേവ് അറിയാനായിട്ട് പറ്റും കേട്ടോ. നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ലേശം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തോട്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനെ ഒന്നൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചില്ലി ഫ്ലേക്സ് ഇട്ടതുകൊണ്ട് എരിവ് നമുക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ലേശം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഇതും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. ഇനി നന്നായി മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു ഉള്ളി മൂത്ത് ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്ത് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റുള്ള കുറച്ച് ലേശം വെള്ളം ഉണ്ടാകും, അത് കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മസാലയും ഈ പയറെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തേക്കട്ടോ. നമ്മളിപ്പോൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഉപ്പ് ആ സമയത്ത് ഇട്ടതിലും കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വൻപയർ മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.